കല്യാണി മതി. എന്തിനാ ഇത്രയും പാത്രങ്ങളില്? കഴിഞ്ഞു അനിയും കുഞ്ഞെ. മൈലാഞ്ചി ഇടുമ്പോ കുറഞ്ഞു പോവാൻ പാടില്ല. മാത്രല്ല മൈലാഞ്ചി എത്ര ചുമക്കുന്നോ അത്ര അടുപ്പം ഭാര്യയോട് ഭർത്താവിനുണ്ടാവുന്നാ പറയണേ. പോടാ. പിന്നെ മൈലാഞ്ചി നന്നായി ചുവന്നു വന്നാലേ അത്രത്തോളം നന്നായിരിക്കും അമ്മായിയമ്മ എന്നൊരു ചൊല്ലുണ്ട് നാട്ടില്, അല്ലേ അഖിലേ? നന്ദന കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? കേട്ടു അങ്കിള്. എന്തായാലും മൈലാഞ്ചി ഇട്ടാലും ഇട്ടില്ലെങ്കിലും അമ്മായിയമ്മയുടെ കാര്യത്തില് ഞാൻ ഭാഗ്യവതി അങ്കിളെ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ആന്റിന്ന് ഞാൻ നാവ് കൊണ്ട് വിളിക്കുന്നതേ ഉള്ളൂ. മനസ്സിലെ വിളി എപ്പോഴും അമ്മേന്നാ. വേണ്ട വേണ്ട വേണ്ട, ഇപ്പോഴേ ആന്റിയെ മയക്കി സ്ത്രീധനം കുറയ്ക്കാൻ നോക്കണ്ട കേട്ടോ. അഖിലേ, സൂര്യൻ ഉദിച്ച ആദ്യ യാമത്തിനുള്ളിൽ തന്നെ തീർക്കേണ്ട ചടങ്ങാണ് ഈ മൈലാഞ്ചി കല്യാണം. ഇതേ സമയം കഴിയാറേ. പ്രിയങ്ക ഇതുവരെ എത്തിയില്ലല്ലോ. അത് ശരിയാണല്ലോ. വിലാസിനെ, പ്രിയങ്ക ഒന്ന് വിളിക്ക്. എവിടെ എത്തിയെന്ന് ചോദിക്കും. ഞാൻ വിളിക്കാം ആന്റി. സോറി സോറി സോറി. പ്രിയങ്ക മോളെ, ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? ഞാനാ മാഡം. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? ഞാനാ മാഡം. അയ്യോ, ഇനിയിപ്പൊ മൈലാഞ്ചി ചടങ്ങിന്റെ ആവശ്യമില്ലല്ലോ. പ്രിയങ്കയുടെ 2 കൈയിലും മൈലാഞ്ചി ആയില്ലേ. ഇവളെല്ലാം നശിപ്പിക്കും. നീ എന്തിനാ ഇത് ഇവിടെ കൊണ്ടുവച്ചേ? എന്തിനാണെന്ന്? നീലരാവിലായി വിരിഞ്ഞ പൂവേ, എൻ ചാരെ വന്നു നീ തലോടി മെല്ലെ. പാതിചാരിരാവുമായോളം കണിപ്പൂ പോലൊരുങ്ങി നിന്നതല്ലേ. അഴകിതളായി അരികിലൊരാൾ വിരിയുന്ന ചിരിനീട്ടിയോ നിലാവ് പോലെ. നീലരാവിലായി വിരിഞ്ഞ പൂവേ, എൻ ചാരെ വന്നു നീ തലോടി മെല്ലെ. പാതിചാരിരാവുമായോളം കണിപ്പൂ പോലൊരുങ്ങി നിന്നതല്ലേ. കല്യാണി, പറഞ്ഞ ജോലി ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിനക്കകത്ത് കയറിപ്പിക്കൂടെ? പോകത്ത്. ആനന്ദ്, ഷർട്ടിലെ കറയായി.
മൈലാഞ്ചിയല്ലേ, സാരമില്ല. സമയം തീരുന്നു നോക്കില്ലേ, ചടങ്ങ് നടക്കട്ടെ. ആ. വാ മോളെ, വാ മോളെ വാ. വരൂ. ഒരു നീണ്ട വേനലിൻ മൗനഭാരം നെഞ്ചിലറിയാത്ത നോവായി വിതുമ്പി നിൽക്കേ എൻ്റെ നിലവിൻ്റെ ചില്ലയിൽ പാട്ടുപാടും കുഞ്ഞു കിളിയൊന്നുണർന്നുവോ മെല്ലെ മെല്ലെ, കിളിയൊന്നുണർന്നുവോ മെല്ലെ മെല്ലെ. ചിറകറ്റ പക്ഷിക്കു നോവിൻ കിനാക്കളോ കരുതീരിപ്പതു കാലം. ചിറകറ്റ പക്ഷിക്കു നോവിൻ കിനാക്കളോ കരുതീരിപ്പതു കാലം. അറിയില്ലെനിക്കൊന്നും അറിയാത്ത വാഴ്വിൻ്റെ നിറമിൻ്റെ വാക്കിൽ നിറയ്ക്കൂ, നിറമിൻ്റെ വാക്കിൽ നിറയ്ക്കൂ. മച്ചു, ഉം. ഞാനൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട വേണ്ട, നീ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, അറിയാവോ? എങ്കിൽ നീ തന്നെ എന്റെ ഉത്തരവ് അങ്ങ് പറഞ്ഞേക്ക്. ആ, ആദ്യം ഞാൻ നിന്റെ ചോദ്യം എന്താണെന്ന് പറയാം. മച്ചു, കുറച്ചു മുമ്പ് കല്യാണി നിന്റെ പുറത്തേക്ക് ചാഞ്ഞത് യാദൃച്ഛികമായിട്ടാണോ അതോ മനഃപൂർവ്വമാണോ? ഇതല്ലേടാ നിന്റെ ചോദ്യം. ആ, ഏ? ചോദ്യം കറക്റ്റാ. അതുപോലെ തന്നെ നിന്റെ ഉത്തരവും കറക്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തോന്ന് കറക്റ്റ്? എടാ, പ്രിയങ്ക തള്ളിയപ്പോഴാ കല്യാണി അറിയാതെ വന്നെന്റെ ദേഹത്ത് ചാഞ്ഞു പോയത്. എല്ലാം നീ നേരിട്ട് കണ്ടതല്ലേ? എന്നിട്ടും വെറുതെ എന്തിനാ ഓരോ ചോദ്യങ്ങള്? കഷ്ടം തന്നെ. മാറങ്ങോട്ട്. പ്രിയങ്ക തള്ളിയപ്പോ കല്യാണി ബാലൻസ് കിട്ടാതെ വന്ന് വീണു. പോട്ടെ, അതറിയാതെ പറ്റിപ്പോയൊരബദ്ധം. പക്ഷേ അതിനുശേഷം നിങ്ങൾ കുറച്ചു നേരം പരിസരം മറന്ന് പരസ്പരം നോക്കി നിന്നില്ലേ? ഉം. അപ്പോൾ പ്രണയത്തിന്റെ ഒരു കടലിരമ്പം ഉണ്ടായിരുന്നല്ലോ രണ്ടുപേരുടെയും കണ്ണിൽ. അല്ലെങ്കിൽ പ്രണയത്തിന്റെ തീഷ്ണമായ അഗ്നിജ്വാലകൾ. ആ. എടാ മച്ചു, നീ സ്വയം അറിയാതെയാണെങ്കിലും കല്യാണിയെ പ്രണയിക്കുന്നുണ്ട് 100%. ദേ ശബരി, നോക്ക്, ഞാനും പ്രിയങ്കയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. കുടുംബത്തിൽ അതിന്റെ ചടങ്ങുകളും തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും നീ ഇതുപോലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, എന്റെ കാര്യം വിട്, ഞാനൊരാണാ. പക്ഷെ ആരെങ്കിലും കേട്ടാ കല്യാണിയുടെ ലൈഫ് എന്താവും? ഒരു പാവം പെണ്ണ. ആ? ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടി. ഹ, അതൊക്കെ നിന്റെ ന്യായം, ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം തീർച്ചയാണ്, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കല്യാണി ഉണ്ട്. എന്തായാലും മൊയ്തീന്റെ കാഞ്ചനമാലയെ പോലെ നീ ഇവിടുത്തെ കല്യാണിമാലയെ അനാഥയാക്കരുത്. എനിക്കത്ര പറയാനുള്ളൂ. ഞാൻ പോവാ. എടാ, ഇവന്റെ ഒരു കാര്യം, ഇവനൊന്നും ഒരു കാലത്ത് നന്നാവില്ലല്ലോ. ദാ, നിക്ക്.
കല്യാണി, എന്നും എപ്പോഴും എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വലിയൊരു സ്ഥാനം ദാ ഈ നെഞ്ചിനകത്ത്. ഇതെന്റെ വാക്ക. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഡേ, ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. എന്താ നിന്റെ മനസ്സിലിരിപ്പ്? ഇവിടെ നടക്കുന്ന എല്ലാ മംഗള കാര്യങ്ങളും നീ ബോധപൂർവ്വം നശിപ്പിക്കുമല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല മാഡം. അറിയാതെ അബദ്ധം പറ്റിപ്പോയതാ. ഓ, ഒരറിയാതെ. എന്നാ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. നീ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൃത്രിമം കാണിക്കുന്നതാണെന്നാ. അയ്യോ, ഒരിക്കലുമല്ല മാഡം. എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരിക്കലും ഈ കുടുംബത്തിന് അഹിതമായിട്ട് ഒന്നും ചെയ്യില്ല. എന്താ നിന്റെ കയ്യില്? നിനക്കെന്താടി ചെവിയേക്കാൻ വയ്യേ? കയ്യിൽ എന്താന്ന് മാഡം? അത് കാണിക്കടി. കയ്യിൽ എന്താന്ന് കാണട്ടെ. ഷെടാ, ഇത് ആനന്ദ് ഇട്ടിരുന്ന ഷർട്ടല്ലേ? ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അത് പിന്നെ വല്യുഞ്ഞിന്റെ മുറിയിൽ എടുത്തതാ. ഓഹോ, നീ വലിയ കുഞ്ഞിന്റെ മുറിയിൽ ഷർട്ടും എടുക്കോ? എന്താ ആവശ്യത്തിന്? ഷർട്ട് കഴുകിയിടാനായിട്ട് എടുത്തതാ. കഴുകിയിടാനോ? എന്തിന്? അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. നീ ഇവിടുത്തെ പാചകക്കാരിയാണോ അതോ അലക്കുകാരിയാണോ? അടുക്കളയിൽ വെച്ച് വിളമ്പലും കഴുകി തുടക്കലോ നിന്റെ ജോലി. നിന്നോട് ആരാ പറഞ്ഞ തുണി അലക്കാൻ? ചോദിച്ചത് കേട്ടില്ലേ? നിന്നോട് ആരാ തുണി അലക്കാൻ പറഞ്ഞെന്ന്? അത് ഞാൻ കാരണല്ലേ വല്യുഞ്ഞിന്റെ ഷർട്ടിൽ മൈലാഞ്ചി പറ്റിയത്. അതുകൊണ്ട് ഞാൻ തന്നെ കഴുകാന്ന് വിചാരിച്ചെടുത്തതാ. ഹാ, അത് ന്യായം. എനിക്കിഷ്ടപ്പെട്ടു. ഏതായാലും കൊള്ളാം നിന്റെ മോഹം. നീ വൃത്തികേടാക്കിയ ഈ ഷർട്ട് നീ തന്നെ അലക്കി വീണ്ടും ആനന്ദിടുന്നത് നിനക്ക് കാണണം. എന്നാലേ നടക്കില്ലത്. നിന്റെ കൈ തൊട്ട് അടയാളം പതിഞ്ഞ ഈ ഷർട്ട് ഇനി ആനന്ദിട്ട് കാണണമെന്നുള്ള നിന്റെ മോഹം നടക്കില്ല. നടത്തില്ല ഞാൻ.
ഷർട്ട് എടുത്ത് എവിടെ എറിഞ്ഞിട്ട് പോയാലും നീ അത് തിരിച്ചെടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലേ ഇനി ഈ ഷർട്ട് നീ കൈ കൊണ്ട് തൊടില്ല ഒരിക്കലും. ഷർട്ട് എടുത്ത് എവിടെ എറിഞ്ഞിട്ട് പോയാലും നീ അത് തിരിച്ചെടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലേ ഇനി ഈ ഷർട്ട് നീ കൈ കൊണ്ട് തൊടില്ല ഒരിക്കലും. എന്റെ രീതി വെച്ച് നോക്കിയാ ആനന്ദിന്റെ ദേഹത്ത് തൊട്ടതിന് നിന്റെ കൈകൾ വേണം കത്തിക്കാൻ. തൽക്കാലം ഞാനതങ്ങ് മറക്കും. ഇതെന്റെ സ്വന്തം വീടല്ലാത്തതുകൊണ്ട്. പക്ഷേ നിന്റെ കൈ തൊട്ട് വൃത്തികേടാക്കിയ ഈ ഷർട്ട് ഇനി ആനന്ദിന് വേണ്ട. താടി. അയ്യോ മാഡം വേണ്ട. വീടങ്ങോട്ട്. മാഡം മാഡം വേണ്ട മാഡം. മാഡം മാഡം മാറ്. പ്രിയങ്ക, 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 എവിടെ പോയി ഈ കുട്ടി?